തരില്ല. ലാറ്റിൻ പഴഞ്ചൊല്ല്. കോളേജിലെ ഒരു സഹപ്രവർത്തക ഒരു ദിവസം ചോദിച്ചു, ചന്ദ്രികയ്ക്ക് ആസ്മയുണ്ടോ? ആസ്മയോ? എനിക്കോ? ഞാൻ വല്ലാതെ അപമാനിതയായി. എന്റെ കുടുംബത്തിൽ ആർക്കുമില്ലിത്. പിന്നെന്താ ശ്വാസോച്ഛ്വാസത്തിന് ഈ ശബ്ദം? അത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. പിന്നീട് ശ്വാസോച്ഛ്വാസം ബോധപൂർവ്വം നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിച്ചു. അപ്പോൾ മറ്റൊന്നിലും ശ്രദ്ധിക്കാനാവുന്നില്ലെന്ന് കണ്ട് അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ചുവന്ന മുത്തായി അവൻ പ്രത്യക്ഷപ്പെട്ടു. അത് ഞാൻ കാര്യമാക്കിയില്ല. പക്ഷേ വീണ്ടും രക്തത്തുള്ളികൾ കണ്ടപ്പോൾ ഉള്ളിൽ എന്തോ ഒരു ഭീതി വീണു. അത്താഴം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ബാലേട്ടനോട് തമാശ മട്ടിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ബ്ലഡ് ക്യാൻസർ വരുന്നുണ്ടോ എന്ന് സംശയം. വരുന്നുണ്ടായിരുന്നു. വഴിക്ക് വെച്ച് എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പുള്ളിക്കാരനും തമാശ അടിച്ചതല്ലാതെ ഗൗരവമായി എടുത്തില്ല. എന്താ അങ്ങനെ സംശയിക്കാനെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ. ബാലേട്ടൻ പിന്നെ ഒന്നും പറയാതിരിക്കുകയും രക്തത്തുള്ളികൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്തു. 1-2 മാസങ്ങൾ അങ്ങനെ പോയി. വിട്ടുമാറാത്ത തലവേദനയും അസ്വസ്ഥതയുമായപ്പോൾ ഞാൻ അമ്മയോട് വിവരം പറഞ്ഞു. പീനസമാണ്. അമ്മയുടെ ഡയഗ്നോസിസ് അങ്ങനെയായിരുന്നു. ആയുർവേദത്തിൽ നല്ല മരുന്നുണ്ട്. നമ്മുടെ ചിറ്റാറ്റിൻകര വൈദ്യനെ കാണ്. എന്റെ കഷ്ടകാലമെന്ന് തന്നെ പറയട്ടെ. എന്നോട് സവിശേഷ വാത്സല്യമുള്ള പ്രസിദ്ധനായ ചിറ്റാറ്റിൻകര വൈദ്യൻ ഡോക്ടർ കൃഷ്ണപിള്ള ഒരു വാഹനാപകടത്തിൽപ്പെട്ട് കിടപ്പിലായിരുന്നു ആ സമയത്ത്. ഒരു സുഹൃത്തിന്റെ ഉപദേശപ്രകാരം ഞാൻ മറ്റൊരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചു. സിദ്ധമകരധ്വജം ചേരുവകൾ ചേർത്ത് കഴിച്ചപ്പോൾ നല്ല ആശ്വാസം ലഭിച്ചെങ്കിലും ഹ്രസ്വമായ ഒരു ഇടവേളയ്ക്ക് ശേഷം എല്ലാ അസ്വസ്ഥതകളും മടങ്ങി വന്നു. 1 മാസം കാത്തിരിക്കണം. സെറീൻ എന്ന പേരുള്ള ക്ലിനിക്കിൽ എപ്പോഴും രോഗികളുടെ തിരക്ക്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നെത്തുന്നവർ. ഇവരെല്ലാം 1 മാസം മുമ്പ് അപ്പോയിന്റ്മെന്റ് എടുത്തവരാണോ? ബാലേട്ടൻ ചോദിച്ചു. അതെ. റിസപ്ഷനിൽ നിൽക്കുന്നയാൾ പറഞ്ഞു. ഞങ്ങളുടേത് ഒരു എമർജൻസിയാണ്. ബാലേട്ടൻ വിനയപൂർവ്വം അറിയിച്ചു. ഡോക്ടറെ കണ്ടേ പറ്റൂ. എമർജൻസിക്ക് ഇവിടെ ചികിത്സയില്ല. റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. അതിന് വേറെ എവിടെയെങ്കിലും പോണം. ഡോക്ടറെ ഒന്ന് ഫോണിൽ കിട്ടുമോ? ഇല്ല. വീട്ടിലെ നമ്പർ തന്നാൽ ഞങ്ങൾ പിന്നീട് സംസാരിച്ചോളാം. വീട്ടിലെ നമ്പർ ആർക്കും കൊടുക്കൂല. എനിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ഞാൻ ബാലേട്ടന്റെ കയ്യിൽ പിടിച്ചു. വരൂ ചേട്ടാ, നമുക്ക് പോകാം. നീ അവിടെ എങ്ങാനും പോയിരിക്കും. ബാലേട്ടൻ പറഞ്ഞു. ആവശ്യം നമ്മുടെയല്ലേ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അരിശത്തോടെ ഞാൻ ഏറ്റവും പുറകിൽ ഒരു കസേരയിൽ പോയിരുന്നു. റിസപ്ഷനിസ്റ്റിന്റെ പുറകിൽ ഉയരത്തിൽ വെച്ചിട്ടുള്ള ടിവിയിൽ മോഹൻലാൽ ഒരു പാട്ട് പാടി കുറേ സ്ത്രീകളോടൊപ്പം നൃത്തം ചെയ്യുന്നു. മോൾക്കെന്താ അസുഖം? അടുത്ത കസേരയിലെ വൃദ്ധ ചോദിച്ചു. അറിയില്ല, ഞാൻ പറഞ്ഞു. എന്താണെന്ന് അറിയാനാണ് ഇവിടെ വന്നത്. തനിക്ക് ക്യാൻസർ ആണെന്ന് വൃദ്ധ പറഞ്ഞു. ശസ്ത്രക്രിയയും റേഡിയേഷനും കഴിഞ്ഞതാണ്. ഇത് അവന്റെ 2ാം വരവ്. പ്രായം ഇത്രയും ആയതുകൊണ്ട് ഇനി ഒന്നും ചെയ്യേണ്ടെന്നും വേദന വന്നാൽ അപ്പോൾ നോക്കാമെന്നും ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. 1 വർഷമായി ഡോക്ടറുടെ മരുന്ന് കഴിക്കുന്നു. ഇപ്പോൾ നടത്തിയ ടെസ്റ്റിൽ എല്ലാം നോർമൽ. ആശുപത്രിക്കാർക്ക് അത്ഭുതം. വിജികേശുവിന്റെ ചിരിയുമായി ബാലേട്ടൻ അടുത്ത് വന്നിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് സമയം കിട്ടിയിരിക്കുന്നു. ഒരു ഫാമിലി തന്നെ 3-4 അപ്പോയിന്റ്മെന്റ്സ് എടുത്തിരിക്കുന്നു. അതിലേതെങ്കിലും ക്യാൻസൽ ആയിരിക്കും. ബുക്കിൽ പേരെഴുതിയിട്ട് പൈസയും കൊടുത്തിട്ടുണ്ട്. തലേന്ന് വിളിച്ച് കൺഫേം ചെയ്യണം. കാറിൽ മടങ്ങുമ്പോൾ ഞാൻ വൃത്തിയുടെ കഥ ബാലേട്ടനോട് പറഞ്ഞു. നിന്റെ എടുത്തുചാട്ടം കാരണം വേണ്ടെന്ന് വെച്ച് മടങ്ങിയിരുന്നെങ്കിലോ? കുറച്ചൊക്കെ ക്ഷമ വേണ്ടേ? അധ്യായം 3. കത്രികക്കാലുള്ള ഞണ്ടുകൾ. പുഴുവിന് തന്റെ ലോകാവസാനം. ദൈവത്തിന് അതൊരു